ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ റബീഉൽ അവ്വലിന്റെ സംഭാവന തന്നെ വിശുദ്ധ ഖുർആൻ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നമ്മൾ ആണ്ടറുതിക്ക് മാത്രം സലാത്ത് ചൊല്ലുന്നവരായി മാറരുത്. റബീഉൽ അവ്വൽ 12 നടക്കുന്ന നബിദിന റാലിയിൽ മാത്രം നമ്മുടെ സ്നേഹം വടിഞ്ഞൊഴുകുന്നവരാവരുത്. എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരിക്കാൻ തരമില്ല. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ചില നബിദിന റാലികളൊക്കെ അതിന്റെ മാന്യതയുടെ അതിർവരമ്പുകൾ കടക്കുന്നു എന്നത് കേരളത്തിന്റെ മുസ്ലിമീങ്ങളുടെ ഇടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നബിദിന റാലികൾ എന്ന് പറയുന്ന നമ്മളൊക്കെ പരമ്പരാഗതമായി മദ്രസയിലെ വിദ്യാർത്ഥികൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, മഹല്ലിലെ കാരണവന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യത്തോടുകൂടി ബുറുദ പാടിയും മൗലിദ് പാടിയും അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്ന സ്ഥലത്ത് അതിനൊക്കെ മാറ്റം വന്ന് വൈകുന്നേരങ്ങളിൽ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ വലിയ വാഹനങ്ങളിൽ കാതടപ്പിക്കുന്ന മ്യൂസിക്കും വെച്ച് ആർഭാടം കാണിക്കുന്ന ആഘോഷത്തിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന കൂത്തുകളായി മാറുന്നു എന്നത് വളരെ ദുഃഖകരമാണ്. അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നബിദിന റാലി എന്ന് പറയുന്ന മദ്രസ വിദ്യാർത്ഥികൾ, സാദാക്കുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ അതില് ബുറുദ പാടി മൗലിദ് ഓതി ആ സമയത്തൊക്കെ ചെയ്യേണ്ടത് ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ കാണുമ്പോ ഈ അടുത്ത സമയം ഇവിടെ അടുത്ത നബിദിന റാലി ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. വലിയ ആർജവത്തോടെ അവിടെ ഇരിക്കുകയാണ്. വാഹനങ്ങൾ അലങ്കരിച്ച് പച്ചട്ടവല് തലയിലേക്ക് കെട്ടി പച്ച തുണി കൊണ്ട് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് മറച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ മാത്രമുള്ള വാഹന റാലി. ഇതൊക്കെ ആരാണ് പഠിപ്പിച്ചു തന്നത്? എന്തിനാണ് നബിദിന റാലിയിൽ പകലോ രാത്രിയിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോലും അഭ്യാസം നടത്തിയിട്ടില്ലാത്ത ഉമ്മത്ത് മുസ്ലിമയുടെ അനുയായികൾക്ക് എന്തിനാണ് നബിദിന റാലിയിൽ ഒരു പട്ടാള വേഷം? എന്തിനാണ് ഒരു കമാൻഡോ വേഷം? രാത്രിയിലോ പകലിലോ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുപോലും കൈ ചുഴറ്റിയിട്ട് അഭ്യാസം പരിശീലിക്കാത്ത ഉമ്മത്ത് മുസ്ലിമ. ആ ഉമ്മത്ത് മുസ്ലിമയ്ക്ക് നബിദിനയിൽ ഒരു കമാൻഡോ വേഷത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. എന്തിനാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത്? നമ്മുടെ ആരാധനകളിൽ എന്തിനാണ് വൈകൃതങ്ങൾ കടന്നുകൂടുന്നത്? പരമ്പരാഗതമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെടുന്നില്ലേ? ഇത് കാസർഗോഡില്ല, കണ്ണൂരില്ല. അതാ നിങ്ങൾ കൂടുതൽ എടുക്കാത്തത്. ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് അഭിലഷണീയമല്ല. ഈ സമുദായത്തിലുണ്ടാകുന്ന വൈകൃതങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ അഭിലഷണീയമായ ആചാരാനുഷ്ഠാനങ്ങളല്ല. അത് മറ്റുള്ളവർക്ക് വിമർശിക്കാനുള്ള ഇടം നൽകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മിപ്പിച്ചുകൊണ്ട്, നബിദിനം എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇതാണ് നബിയോടുള്ള സ്നേഹം. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സലാത്ത്, അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫൽ മുഖ്താർ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് മുസ്ലിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്താ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്നറിയോ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ പ്രബോധനത്തിന്റെ പ്രഥമ ദൗത്യമായി തന്റെ ജനതയെ ഒരുമിച്ച് കൂടിയിട്ട് നീണ്ട 23 വർഷക്കാലം കാലാനുസൃതമായി സന്ദർഭോചിതമായി ആകാശലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ ഖുർആനിനെ ലോകാവസാനം വരെ ലോകത്തിന്റെ ഏറ്റവും വലിയ താത്വിക ഗ്രന്ഥമായി ലോകത്തിന് സമ്മാനിച്ച മുത്താര, ആ മുത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. 23 വർഷക്കാലം തന്റെ ജനതയുടെ മുമ്പിലൂടെ ഇറങ്ങി നിന്നിട്ട് അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹു ബയാൻ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, ഖുർആനിനെ
പഠിപ്പിച്ചു തന്ന, പഠിക്കാൻ പ്രേരിപ്പിച്ചു തന്ന, അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓതി കൊടുക്കുന്നത്. മറദ ബഹറൈനി യൽതഖിയാ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാ. പരസ്പരം കണ്ടുമുട്ടാത്ത രീതിയിൽ രണ്ട് കടലുകളെ പരസ്പരം ചേർത്തൊടുക്കിയത് ഞാനല്ലോ. ആരാണ്? അല്ലാഹ്, പ്രപഞ്ചസിദ്ധമായ അല്ലാഹു. ആരാ? മറദ് ബഹറൈനി യൽതഖിയാ. രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് പരസ്പരം ഒരുമിച്ച് കൂടാൻ കഴിയാത്ത രീതിയിൽ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാ. فبأي آلاء ربكما تكذبان. രണ്ട് കടലുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുമ്പോ അതിന്റെ ജലങ്ങൾ തമ്മിൽ ഒരുമിച്ച് കൂടാതെ അതിന്റെ ഇടയിൽ അദൃശ്യമായ മറയിട്ട് കൊടുത്തത് ഞാനല്ലേ. രണ്ട് കടലുകൾ എവിടെയാണോ ഒരുമിച്ച് കൂടുന്നത്, രണ്ട് കടലുകളുടെ സംഗമ സ്ഥാനത്ത് യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. അവിടെ നിങ്ങൾ മുങ്ങി നോക്കിയാൽ വിലപിടിപ്പുള്ള മുത്തുകൾ അവിടെ കാണാൻ കഴിയുമെന്ന്. രണ്ട് കടലുകൾ തമ്മിൽ സംഗമിക്കുന്നത് എവിടെയാണോ അവിടെയാണ് വിലപിടിപ്പുള്ള മുത്തുകളുടെ ശേഖരം ഉണ്ടാകുന്നതെന്ന് ലോകത്തോട് ഓതി പറയുന്നതാരാ? 23 വർഷക്കാലത്തിന്റെ ഇടയിൽ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ലാത്ത, ഒരു തോണിയിൽ പോലെ കയറിയിട്ടില്ലാത്ത ആമനയുടെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനെ പരിചയപ്പെടുത്തേണ്ടത് ഇങ്ങനെയാ. നേരത്തെ ഫിറോസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആടുമേക്കാൻ പോകാൻ പറയുന്ന ബഹുസ്വര സമൂഹത്തിന്റെ അസ്വാരസ്യങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിലും മാറി നിന്നിട്ട് ഒരു മനുഷ്യ സമൂഹത്തിനോടുള്ള കടമകൾ നിർവഹിക്കാറ് വീടിന് 4 ചുവരുകൾക്കുള്ളിൽ ആരാധനകൾ കൊണ്ട് ഒടുങ്ങിക്കൂടണമെന്ന് പറയുന്നതല്ല അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാരാ. യമനിലേക്ക് ആടുമേക്കാൻ പോകാനല്ല, അല്ലാഹുവിന്റെ ഗോളങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിലൂടെ സൂര്യാസ്തമയെ കുറിച്ച് ചിന്തിക്കുവാൻ, അതിലൂടെ നിന്നെ അല്ലാഹുവിന്റെ ഖുദ്റത്തുകളെ കണ്ടെത്താൻ ആരാ ഓതി പറയുന്നത്? രണ്ട് കടലുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥാനത്താണ് വിലപിടിപ്പുള്ള മുത്തുകളെന്ന് പറയുന്നവരാരാ? ഇതേവരെ കടലിൽ സഞ്ചരിച്ചിട്ടില്ലാത്ത ആമനയുടെ മുത്ത്, ആദർശത്തിന്റെ സത്ത്, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ കടലിൽ യാത്ര ചെയ്തിട്ടില്ല. ആ പ്രവാചകനാണ് ഓതി പറയുന്നത് കടലുകളുടെ ഇടയിലുള്ള അത്ഭുതത്തെ കുറിച്ച്. ഇതാണ് ഖുർആൻ. ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകേണ്ടത്? അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകനാവുകയാണ്. ഇവിടെ ഈ ഖുർആൻ പഠിച്ച ഹാഫിളുകൾ അവർ പ്രൈസ് വാങ്ങിച്ചു പോകുമ്പോൾ നിങ്ങളൊക്കെ കരുതുക ഖുർആൻ പഠിക്കാന്ന് പറഞ്ഞാൽ കോഴി അറുക്കണം മുരിയാരാവുക എന്നാണ്. ആ മുരിയാര് കുട്ടി കോഴിയുടെ കൈത്തറക്കാൻ പഠിച്ചു. അതല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ പരമാണു മുതൽ പരലോകം വരെ, ആറ്റം മുതൽ ആഖിറം വരെ നീ എന്താവണം, നീ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ പോകണമെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഖുർആൻ പറയാത്തതൊന്നുമില്ല. ഖുർആൻ പറയാത്ത വിശേഷങ്ങളില്ല. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ലോകത്തോട് പറയാൻ അള്ളാഹുവിന്റെ ഖുർആന് കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ് എന്നാണ്. ഇരുമ്പ്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്നാണ് അതിന്റെ പേര്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തിന് ഇരുമ്പ് എന്ന് പേര് കൊടുക്കാൻ കാരണം? യഥാർത്ഥത്തിൽ സ്വർണം, വെള്ളി, വജ്രം ഇതൊക്കെയല്ലേ പറയേണ്ടത്? യാതൊരുവിധ വിലയുമില്ലാത്ത, യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത ഇരുമ്പിന്റെ പേര് 114 അധ്യായങ്ങളിൽ ഒരധ്യായത്തിന്റെ പേര് ഇരുമ്പ്. എന്താ കൊടുക്കാൻ കാരണം? ലോകത്ത് എല്ലാ ലോകങ്ങളെക്കാൾ ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ലോകത്തെ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ആ ലോകത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇരുമ്പ് ആകാശത്തിന്റെ ലോഹമാണ്.
ഭൂമിയിലുണ്ടാകുന്നതല്ല. ബാക്കി എല്ലാ ലോഹങ്ങളും ഇരുമ്പൊക്കെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നുവെങ്കിലും അതിന്റെ പ്രഭവ കേന്ദ്രം സൗരോർജത്തിന്റെ 5 ഇരട്ടി ഊർജ്ജമുണ്ടെങ്കിൽ ഇരുമ്പുണ്ടാക്കാൻ പറ്റും. ഭൂമി ഭൗമോർജ്ജം കൊണ്ട് പറ്റില്ല, സൗരോർജ്ജം ഉണ്ടാകണം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനില് ഹബീബായ നബി തങ്ങൾ ഓതി പറയാ, വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. വഅൻസൽനൽ ഹദീദ, നിങ്ങൾക്ക് ഞാൻ ഇരുമ്പിനെ ഇറക്കി തന്നില്ലേ. ഇറക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ് ഇറക്കുക. ഇരുമ്പ് ഈ ഭൗമലോകത്തിന്റേതല്ല, അത് ആകാശ ലോകത്തിന്റെ അപൂർവമായ ലോകമാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ, ഗവേഷണത്തിന് മാതിരികൾ തുറക്കാൻ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പെട്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തുണ്ടത്രേ. ആ സൂറത്തിന്റെ പേര് സൂറത്തുൻ നഹ്ൽ എന്നാണ്. തേനീച്ചയുടെ പേര്, തിമിംഗലത്തിന്റെ പേരുടെ സൂറത്തിനില്ല. കാണാൻ പോലും കഴിയാതെ പറന്നു പോകുന്ന തേനീച്ചയുടെ പേര് അല്ലാഹു ഒരു സൂറത്തിന് എന്തിനാണ് പേര് വെച്ചു കൊടുത്തതെന്നറിയോ? അതൊന്നും വെറുതെയല്ല മാനവാ, നിന്നെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ശുദ്ധിയേതെന്ന് പഠിപ്പിക്കാൻ. നിന്റെ മാലിന്യം അന്യത്തിന്റെ അറമ്പിലേക്ക് വലിച്ചെറിയരുത്, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകരുത്. തേനീച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ തേനീച്ച അതിന്റെ മധുരോധാരമായ തേൻ കൊണ്ടുപോയി അറയിൽ സൂക്ഷിച്ചു വെക്കും. ആ തേനേന അറയിലാണോ സൂക്ഷിച്ചു വെച്ചത്, അതിൽ നിന്ന് വളരെ ദൂരമുള്ള അറയിൽ പോയിട്ടാണ് തേനീച്ച വിസർജിക്കുക. താനങ്ങല മധുവിൽ നിന്ന് പകർന്നു കൊണ്ടുവന്ന തേൻ ആ തേനിന്റെ ഭാഗത്ത് വിസർജിക്കുന്നത് തേനീച്ചയുടെ സ്വഭാവമല്ല. എവിടെയാണോ തേനിരിക്കുന്നത് അവിടെ നിന്ന് അകലേക്ക് പോയിട്ടാണ് തേനീച്ച വിസർജിക്കുന്നത്. കാരണം ഈ തേൻ മലീമസമായി കൂടാ, അത് കടിക്കുന്ന മനുഷ്യന് ഔഷധമായി മാറാൻ തേനീച്ച നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിന്റെ വിസർജ്യങ്ങൾ, നിന്റെ മാലിന്യങ്ങൾ അത് മനുഷ്യന് അഹിതകരമായ സ്ഥലത്ത് നിക്ഷേപിക്കരുത്. എന്തിനാണത് ചെയ്യുന്നത്? അല്ലാഹു തേനീച്ചയിലൂടെ മനുഷ്യനെ മര്യാദ പഠിപ്പിക്കുകയാണ്. പെണ്ണേ, നിന്റെ മാലിന്യങ്ങളെ അടുത്തവന്റെ വീട്ടിലേക്ക് ഒടുക്കി വിടരുത്, നദിയിലേക്ക് തള്ളിവിടരുത്. അന്തരീക്ഷത്തിൽ വൃത്തി വേണമെന്ന് ലോകത്തോട് പഠിപ്പിച്ച പരിസ്ഥിതിയുടെ ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ